വയനാട് പുനരധിവാസത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനെ സ്റ്റേ ചെയ്യണമെന്ന ഹാരിസൺസിന്റെ ഇടക്കാല ആവശ്യം ഹൈക്കോടതി തള്ളി. ഉത്തരവ് നൽകാൻ ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചു. ഹാരിസൺസ് മലയാളം നൽകിയ അപ്പീൽ ഹൈക്കോടതി തീർപ്പാക്കി. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, മറ്റു വിശദാംശങ്ങൾ. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരായിട്ടുള്ള ഒരു അപ്പീലായിരുന്നു നേരത്തെ ഹാരിസൺസ് മലയാളം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ നൽകിയത്. സിംഗിൾ ബെഞ്ച് നേരത്തെ ഭൂമി ഏറ്റെടുക്കുവാനായിട്ടും നഷ്ടപരിഹാര തുക എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകണമെന്നും അതിനു വേണ്ടിയിട്ട് ബോണ്ട് അടക്കം എസ്റ്റേറ്റ് ഉടമകൾ കെട്ടിവെക്കണമെന്നുള്ളതുമായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. ഈ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. അതിന്റെ ഇടക്കാല ആവശ്യമെന്ന് ഹാരിസൺസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഉന്നയിച്ചത് ഈ ഭൂമി ഏറ്റെടുക്കുന്നതിൽ താൽക്കാലികമായിട്ട് ഒരു സ്റ്റേ വേണമെന്നുള്ളതായിരുന്നു. പക്ഷേ ആ സ്റ്റേ നിലവിൽ അംഗീകരിക്കാൻ സാധിക്കില്ല, അനുവദിക്കാനാകില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത്. ഇടക്കാല ഉത്തരവ് ഈ ഘട്ടത്തിൽ നൽകാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഹാരിസൺസിന്റെ പക്കലുള്ള നെടുമ്പാല എസ്റ്റേറ്റ് ഈ തൽക്കാലം ഏറ്റെടുക്കുന്നില്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ കഴിഞ്ഞ തവണ ഈ അപ്പീലിന്മേൽ വാദം നടന്ന സമയത്ത് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇടക്കാല ആവശ്യം അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലവിൽ ഹാരിസൺസിന്റെ ഈ അപ്പീൽ തീർപ്പാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഭൂമി ഏറ്റെടുക്കുന്നതിൽ നിലവിൽ സിംഗിൾ ബെഞ്ച് ഇറക്കിയിട്ടുള്ള ഉത്തരവ് അത് റദ്ദാക്കണമെന്നുള്ളതായിരുന്നു അപ്പീലിലെ ആവശ്യം. അതടക്കമുള്ള കാര്യങ്ങൾ തള്ളിക്കൊണ്ടും ഒപ്പം തന്നെ ഇത് ഭൂമി ഏറ്റെടുക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം അത് നിരാകരിച്ചും കൊണ്ടാണ് ഹൈക്കോടതി ഹാരിസൺസിന്റെ അപ്പീൽ തീർപ്പാക്കിയത്. സുരേഷ്, രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.